ഈ കുറുക്കന്മാർ ഈ നാട്ടിലിപ്പോൾ കൂടുതൽ വന്നുള്ളൂ. ഈ വെള്ളപ്പൊക്കം മൂലം കുറുക്കന്മാർ കൂടുതൽ നമ്മുടെ നാട്ടിലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറുക്കന്മാർ ഈ ഒരു കയറ് കട്ട് ചെയ്ത് കളയാറുണ്ട്. ഇവർക്ക് അതായത് പ്രകൃതിയെ വെല്ലാനുള്ള കഴിവ് ഇവർക്ക് സ്വാഭാവികമുണ്ട്. കാരണം പശു എന്ന് പറയുന്നത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗമായിരുന്നു. അതിനെ നമ്മൾ ഇണക്കിയെടുത്ത് നമ്മൾ വീട്ടുമൃഗമാക്കി എടുത്തതാണ്. അപ്പോൾ പ്രകൃതി തന്നെ അതിനൊരു പ്രത്യേക ഇത് കൊടുക്കുന്നുണ്ട്. ആ കോശങ്ങൾക്ക് അവരുടെ ഇതിന് കോശത്തിന് ഒരു പ്രത്യേക കഴിവ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രകൃതി കിടന്ന് വളർന്ന കാരണം അതിന് വെയിലും ഇപ്പോൾ ചെറിയ വെയിൽ കൊണ്ടാലും അല്ലെങ്കിൽ മഴ ഇപ്പം മഴ എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് തൊഴിലുറപ്പിൽ പെടുത്താൻ. അത് കേരളത്തിൽ തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ തൊഴിലുറപ്പിൽ ക്ഷീര കർഷകരെ പെടുത്തിയിട്ടുള്ളൂ. 12 വർഷമായിട്ട് തൊഴുത്തില്ലാതെ പശുക്കളെ വളർത്തുന്ന ഒരു കർഷകനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഔസേപ്പേട്ടാ, അപ്പോൾ ഈ തൊഴുത്തില്ലാതെ പശുക്കളെ വളർത്തുമ്പോൾ ഈ പട്ടി ശല്യം ഉണ്ടാവില്ല? അപ്പോൾ പട്ടി ഇതുവരെയായിട്ടും ശല്യം ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് പട്ടികൾ ഈ കുറുക്കന്മാർ ഈ നാട്ടിലിപ്പോൾ കൂടുതൽ വന്നുള്ളൂ. ഈ വെള്ളപ്പൊക്കം മൂലം കുറുക്കന്മാർ കൂടുതൽ നമ്മുടെ നാട്ടിലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറുക്കന്മാർ ഈ ഒരു കയറ് കട്ട് ചെയ്ത് കളയാറുണ്ട്. രാത്രി കയർ കട്ട് ചെയ്ത് കളയുമ്പോൾ നേരം വെളുത്തുമ്പോൾ ചിലപ്പോൾ പശുക്കൾ വേറെ അകലെ ബാക്കിയുള്ളവരെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ നശിപ്പിക്കും. അങ്ങനെ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. കാരണം ഈ പശുക്കൾ അവർക്കൊരു കളി, കുറുക്കന്മാർക്കൊരു കളിയായിട്ട് ഇവരിതുവരെയായിട്ടും ശല്യം ചെയ്തിട്ടില്ല, ഉപദ്രവിക്കും ചെയ്തിട്ടില്ല. ഇപ്പൊ 3 ഇണയാണല്ലോ, ഇണക്കളാണ്. അപ്പൊ അവര് അകലേക്കൊന്നും ഒറ്റയ്ക്ക് തിരിഞ്ഞു പോവില്ല. അപ്പൊ ഇതാണ് ഔസേപ്പേട്ടന്റെ പശുക്കള്, ക്രോസ് അല്ലേ? അതെ അതെ അതെ. എത്ര പശുക്കളുണ്ട് നമുക്കിപ്പോ? ഇപ്പൊ കിടാക്കളായിട്ട് 3 ഒരെണ്ണം കറവ, ഒരെണ്ണം വീട്ടിൽ. കറവുള്ളതിനെ മാത്രമേ വീട്ടിൽ നിർത്താറുള്ളൂ. ഒരെണ്ണത്തിനെ നിർത്തുകയും ചെയ്യുള്ളൂ. കാരണം എനിക്ക് സൈഡ് വേറെ ഉള്ളത് കൊണ്ട് ഇത് മാത്രമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. ചെറുകിട കർഷകർക്ക് ഒരിക്കലും, അതായത് ക്ഷീര കർഷകർക്ക് ഒരിക്കലും ഗവൺമെന്റ് ഒരു ആനുകൂല്യമോ ഒരു സഹായമോ കൊടുക്കുന്നില്ല. അതായത് വ്യവസായമായിട്ട് നടത്തുന്നവർക്ക് മാത്രമേ ഗവൺമെന്റിന് സഹായങ്ങളും സബ്സിഡിയും അതൊക്കെ ആയിട്ടുള്ളൂ. ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഇതിനൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഈ തയ്യാറാക്കിയിരുന്നെന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിൽ പെടുത്താൻ. അത് കേരളത്തിൽ തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ തൊഴിലുറപ്പിൽ ക്ഷീര കർഷകരെ പെടുത്തിയിട്ടുള്ളൂ. ആ ക്ഷീര കർഷകരെ തൊഴിലുറപ്പിൽ പെടുത്താൻ കേരളം ആകെ നേരത്തെ തുടങ്ങി അതിനകത്ത് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയായിട്ടും വഴിത്തിരിവായിട്ടില്ല. ഒരു തവണ ഞാൻ 5 വർഷം മിൽമ പ്രസിഡൻ്റായിരുന്നു, സൊസൈറ്റി പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് ബാലൻ മാസ്റ്റർ മിൽമ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഒരു ആവശ്യം പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ആവശ്യപ്പെട്ടിരുന്നു പറയുന്നത് പശുവിൻ്റെ കറവ 12 മണിക്കൂറാക്കുക, ഇടവേള. അപ്പോൾ അന്ന് ആ ഇടവേള 12 മണിക്കൂറാക്കി കഴിഞ്ഞാൽ പല വിധത്തിലും തൊഴിലുറപ്പുകാർക്കും അല്ലെങ്കിൽ പുറമെ ഉള്ളവർക്കൊക്കെ പോയി കണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോഴേക്കും പശുവിനെ കറന്ന് ഡയറി കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു കാലയളവ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം കിട്ടും. ഒന്ന്, പിന്നെ അതിലുപരി പശുക്കൾക്ക് ഈ അകിട് ഈ 12 മണിക്കൂർ ഗ്യാപ്പിൽ ഇപ്പം നമ്മൾ കാലത്ത് 6 മണിക്ക് കറന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കറന്നു കഴിഞ്ഞാൽ ബാക്കി നീണ്ട ഒരു ഇടവേള കിട്ടാണ്. അപ്പോൾ പശുവിൻ്റെ അകിടിന് അതൊരു ദൂഷ്യം ചെയ്യും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആവശ്യം അവിടെ ബാലമാസ്റ്റർ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ പൊതുയോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം മിൽമ പ്രസിഡന്റ് ആയതുകൊണ്ട് എനിക്ക് അതിന് പ്രാതിനിധ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ബാലൻ മാസ്റ്റർ ഒരു എത്ര ഒരു വിലയില്ലാത്തോളം അത് തള്ളിക്കളഞ്ഞു. കാരണം ഇത് സൊസൈറ്റികൾ കൂടുതലും സ്ത്രീകളാണ്, അവർക്ക് വൈകുന്നേരം ബുദ്ധിമുട്ടാണ്, പറഞ്ഞുകൊണ്ടാണ് അവർ ഒന്നില്ലാതെ തള്ളിക്കളഞ്ഞു. അതിൽ ഇത്ര പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് ജോൺ തെരുവത്ത് ചെയർമാനായിട്ട് വന്നപ്പോൾ ഈ കഴിഞ്ഞ തവണ അത് ഞാൻ ഇരിക്കാതെ തന്നെ അവർക്കൊരാശയം ഉന്നയിച്ചു. അവരൊരാശയം ഇങ്ങോട്ട് ഉന്നയിച്ചു, നമുക്കത് 12 മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് സൊസൈറ്റികൾ തുറക്കാൻ പറ്റില്ലേ, തുറന്നാൽ ഇങ്ങനത്തെ ഒരു ഉപകാരങ്ങൾ ഉണ്ടാകുന്ന അവർക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. ആ നടപ്പിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കർഷകർ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു തൊഴിലിന് പോകുന്നവർക്ക് വൈകുന്നേരം വന്ന് പശുവിനെ കറന്ന് കൊണ്ട് ഡയറിയിൽ കൊടുക്കാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരുടെ എണ്ണം കൂടും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കടന്നു വരാം. കാരണം ഡയറി വൈകുന്നേരം കാലത്ത് 6 മണിക്ക് കറന്നാൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് കറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ പശുക്കൾക്കും കർഷകർക്കും ലാഭമാണ്. തൊഴുത്തില്ലാതെ ഇവിടെ തന്നെ വളർത്തി കഴിഞ്ഞാൽ കുറുക്കനല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇതുവരെയായിട്ടും എനിക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല. എനിക്ക് ഈ ചെറിയ അസുഖങ്ങൾ ഇവരോട് വരുന്നുമില്ല ഇങ്ങനെ. കാരണം പ്രകൃതിയായിട്ട് അവർക്ക് കൂടുതൽ അടുപ്പമുള്ളതുകൊണ്ടും ഇവർക്ക് അതായത് പ്രകൃതിയെ വെല്ലാനുള്ള കഴിവ് ഇവർക്ക് സ്വാഭാവികമുണ്ട്. കാരണം പശു എന്ന് പറയുന്നത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗമായിരുന്നു. അതിനെ നമ്മൾ ഇണക്കിയെടുത്ത് നമ്മൾ വീട്ടുമൃഗമാക്കി എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ജന്മലാൽ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ആ ഒരു പ്രായം, പശുക്കിടാക്കളെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തോളം അത് ശരിക്കും തീറ്റ തിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കെട്ടാറ്. അപ്പോൾ അത് ഉദ്ദേശം ഒരു 6 മാസം തുടങ്ങി എൻ്റെ കിടാക്കളൊക്കെ പുറത്താണ്. വരുമാനം കണ്ടെത്താം. കിടാക്കളായി സാധാരണ ആളുകൾ പോത്തുകിടാക്കളെ വളർത്തുന്ന മാതിരി പോത്തുകിടാക്കൾക്ക് വെള്ളം വേണം, എപ്പോഴും വെള്ളത്തിൽ കിടന്ന് വളർന്നു വരണമല്ലോ.
ഇപ്പോൾ ഇതതില്ല, അതിനുള്ള സാഹചര്യം എനിക്കില്ല, ഞാൻ കൊണ്ടു നടക്കാനും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ വലിയ അത്രയും ബുദ്ധിമുട്ടില്ല. അത് തന്നെയാണ്. വെയിലാകുമ്പോൾ ഞാൻ വെയിലത്തുനിന്ന് ഒന്ന് മാറ്റി, അത് തണൽ വരുമ്പോൾ, അതായത് തണൽ വരുന്ന ഏതെങ്കിലും മരങ്ങളുടെ കീഴിൽ എവിടെയെങ്കിലും മാറ്റി കെട്ടും. മഴയാണെങ്കിൽ മഴ, ഫുൾ മഴ പെയ്തു നനഞ്ഞുകൊണ്ടിരിക്കും. ഇതുവരെയായിട്ട് എൻ്റെ അനുഭവത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒരു വയസ്സായി, 6 മാസം തുടങ്ങി ഇതും മഴ നനഞ്ഞ് നടക്കേണ്ടതാണ്. 6 മാസം ഇപ്പോൾ 6 മാസം ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ 6 മാസം ഇപ്പോൾ പുറത്താണ്. ഇപ്പോൾ ഇതിപ്പോൾ 4 മാസത്തെ ചെനയായി. ഇതിപ്പോൾ മതി ആയി തുടങ്ങണു. ഒരമ്മയുടെ മക്കളാണ്. അപ്പോൾ ഇത് ഒരമ്മയുടെ മക്കൾ തന്നെയാണ്. ഇതിന്റെ തലമുറകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അതായത് തലമുറ മൂത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തിലാകുമ്പോൾ ബുദ്ധിമുട്ട് കൂടുതലാണ്. കാരണം ഈ എല്ലാത്തിനും കൈത്തീറ്റ തന്നെ കൊടുക്കണം. ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് കൈത്തീറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ വൈക്കോല് വേണ്ട. മറ്റേതാകുമ്പോൾ വൈക്കോലും കൈത്തീറ്റ മാത്രമാണ് വീട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ ഇതൊന്നും വേണ്ട, ഇത് പുല്ലെടുത്ത് തിന്ന് നടക്കുന്നു. കൈത്തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ചെന ആയതുകൊണ്ട് അതിനനുസരിച്ച് കൂടുതൽ കൊടുക്കും. 2-3 കിലോ തീറ്റയായിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ കൂട്ടി വരണം. ചെന ആയി കഴിഞ്ഞാൽ കൂട്ടി കൊടുത്തോണ്ടിരിക്കും. അപ്പൊ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ പുല്ല് വെട്ടേണ്ട ഒരു സമയം, പുല്ല് വെട്ടണ്ട. അപ്പൊ പുല്ല് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വൈക്കോല് വേണ്ട. തീറ്റ ചെലവ് കുറവാണ്. കിടാക്കൾക്ക് തീറ്റ ചെലവ് കുറവാണ്. പിന്നെ പശു ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ രീതിയിൽ വേണമല്ലോ. വിജയിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഒന്നുകൂടിയും പറഞ്ഞുതരാം. കാരണം ഞാൻ മില്ലുമ്പോൾ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ അതിന് കുറച്ച് ഉദ്യോഗസ്ഥന്മാരായിട്ടതൊക്കെ ഉണ്ട്. ഇപ്പം പാലിന് വില കൂടാത്തതിൻ്റെ കാരണങ്ങൾ, കാരണം സൊസൈറ്റി ആണെങ്കിലും ഗവൺമെൻറ് തീരുമാനിക്കണം പാലിന് വില കൂട്ടാൻ. ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ക്ഷീരവകുപ്പിൽ നിന്നാണ് അവരുടെ അന്വേഷിക്കാൻ കൊടുക്കുന്നത്. ക്ഷീരവകുപ്പിന് ഇപ്പോഴും ഗവൺമെൻറ് ലെവലിന് ഇപ്പോഴും 1/2 കിലോ, അതായത് 400 ഗ്രാം തീറ്റയ്ക്ക് 1 ലിറ്റർ പാലെന്നാണ് ഗവൺമെൻറ് കണക്ക്. അത് ഒരിക്കലും കിട്ടാത്തതാണ്. അത് എങ്ങനെ പഠിച്ചു എങ്ങനെയുള്ളതൊന്നും അറിയില്ല. എല്ലാ കമ്പനിക്കാരും എല്ലാ ഡോക്ടേഴ്സും പറയണത് 2.5 കിലോ കൈത്തീറ്റ ഉണ്ടോ, മറ്റു തീറ്റകളല്ല. കൈത്തീറ്റ എന്ന് പറയുന്നത് ഒക്കെ മറ്റേ തീറ്റകൾ, പെല്ലറ്റ്. 2.5 കിലോ ബോഡിക്ക് വേണ്ടിയിട്ട്, പശുവിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് 2.5 കിലോ. പിന്നെ ഓരോ ലിറ്റർ പാലിനും, അത് കിടാവ് കുടിക്കണത് മറ്റവിടെ എങ്ങനെയായാലും 1 ലിറ്റർ പാലിന് 450 ഗ്രാം വേറെ. അത് ഗവൺമെൻറ് കണക്ക് കൂട്ടണില്ല. ഈ 400 ഗ്രാമിൻ്റെ മാത്രമേ അവർ കണക്ക് കൂട്ടണുള്ളൂ. ഈ 400 ഗ്രാം തീറ്റയ്ക്ക് 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ വളരെ ലാഭമാണ്. അവർ ഗവൺമെൻറ് ചെലവ്, മറ്റുള്ള ചെലവുകൾ, ആളുകളുടെ ബുദ്ധിമുട്ടോ, ഈ വൈക്കോലോ, വേറെ ഈ തീറ്റയ്ക്ക് തന്നെ ഈ കാൽസ്യം കൊടുക്കണം, ഉപ്പ് കൊടുക്കണം, സോഡാക്കാരം, ഇതെല്ലാം ഇത് അഡീഷണൽ മിനറലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. 1 ലിറ്റർ കാൽസ്യം ഇതിൽ ലിക്വിഡ് വാങ്ങിച്ചേണ്ടി 1 മാസത്തേക്കുള്ളൂ കറവ പശുവിന്. അതൊന്നും വില ആരും കാണുന്നില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ അന്ന് നമ്മുടെ പാല് കാലത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കേടാവും. അവിടെ കഴിഞ്ഞ മാസങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച പാൽ ഇവിടെ കൊണ്ടുവന്ന് കേടുവരാതിരിക്കണമെങ്കിൽ അതിനകത്ത് ഫോർമാലിൻ എന്ന് പറഞ്ഞ കെമിക്കൽ കൂടി ചേർക്കും. അത് കേടാവാതിരിക്കാം. നമ്മുടെ ബോഡി വരെ മെഡിക്കൽ കോളേജിൽ ഫോർമാലിൻ ചേർത്തിട്ടാണ് വെക്കുന്നത്. അതുപോലെ ഒമാൻ മീൻ, ഒമാൻ ചാള, ഇതൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ ഈ ഫോർമാലിൻ എന്ന് പറഞ്ഞ കെമിക്കലാണ് ചേർക്കുന്നത്. അതായത് ഇപ്പോൾ പാല് നിർമ്മിക്കുകയാണ്. ഇപ്പോഴത്തെ അതായത് പുറമേ നിന്ന് വരുന്ന പാല് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ നേരിട്ട് പാല് മേടിക്കുകയാണെങ്കിൽ നല്ലതായി. ചില ഹോട്ടലുകളിൽ, ചില ബേക്കറികൾ, ഹോട്ടലുകളിൽ ചായ ബെറ്റർ ചായ ആയിരിക്കും. കാലത്തേന് ആ ചായക്ക് വേണ്ടിയിട്ട് ഇവർ ഓടും, ചില കാരണന്മാർ. കാരണം അതിൻ്റെ ടേസ്റ്റ് കണ്ടുപിടിച്ചത്. പക്ഷെ അവിടെ കിട്ടുന്ന പാലും അവിടെ കിട്ടുന്ന ചായപ്പൊടിയും ആരും കണ്ടിട്ടില്ല, ആരും കാണില്ല. കാണുന്ന നേരത്ത് അത് കൊണ്ടുവന്ന് കൊടുക്കുകയില്ല, സപ്ലൈ ചെയ്യില്ല. അവരാരും ഇല്ലാത്ത സമയത്താണ് ഈ പാലും ഈ ചായപ്പൊടി ഈ കടകളിൽ, ബേക്കറികളിലൊക്കെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാവുന്നതുള്ളൂ പാലിന് എന്താണ് ടേസ്റ്റ് കിട്ടാനുള്ള ഗുണങ്ങൾ, ചായക്ക് ടേസ്റ്റ് കിട്ടാനുള്ള കാരണങ്ങൾ. അത് ഇതിൽ നമുക്ക് അനുമാനിക്കാവുന്നതുള്ളൂ.